19 വയസ്സുള്ള ഫൗണ്ടർ $1 മില്യൺ റേസ് ചെയ്തു. അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സെപ്റ്റോയുടെ ഫൗണ്ടേഴ്സ് $1 ബില്യൺ കമ്പനി ബിൽഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഫൗണ്ടേഴ്സ് സ്ഥിരം വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്, എനിക്ക് എന്താ ഫണ്ട് എടുക്കാനായിട്ട് സാധിക്കാത്തത്, എൻ്റെ ഐഡിയ അത്ര മോശമാണോ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ഐഡിയ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ഫണ്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അത് മാത്രം പോരാ, അതിന് നമുക്ക് നെറ്റ്വർക്ക് വേണം, ഇൻവെസ്റ്റർ ആക്സസ് കിട്ടണം, മെന്റേഴ്സ് വേണം, ക്രെഡിബിലിറ്റി വേണം. ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രോണ്ടോയുടെ ഫൗണ്ടർ ആയാലും സെപ്റ്റോയുടെ ഫൗണ്ടേഴ്സ് ആയാലും ഇനി ജെഫ് ബെസോസ് ആയാലും എലോൺ മസ്ക് ആയാലും ഇവർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അവരത് പ്രോപ്പർലി യൂസ് ചെയ്തിട്ടാണ് ഈ കമ്പനീസ് എല്ലാം ബിൽഡ് ചെയ്തത്. ഇതൊന്നും പക്ഷെ അവരുടെ അച്ചീവ്മെന്റ്സ് കുറയ്ക്കുന്നില്ല. ഫുൾ പിക്ചർ കാണാതെയാണ് നമ്മൾ അവരെ വെച്ച് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നത് എന്നേ ഉള്ളൂ. ഞാനും നിങ്ങളും നമ്മൾ കോൾ മെസ്സേജ് അയക്കും, മീറ്റിംഗ്സ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടും, ഇനി ഇതൊക്കെ കൂടാതെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടും. ഇതൊക്കെ ടോട്ടലി വേറെ ഗെയിമാണ്. അവരുടെ 20th ചാപ്റ്ററിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ 2nd ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. മോസ്റ്റ് ഫൗണ്ടേഴ്സ് സക്സസ്ഫുൾ ആകുന്നത് ഫണ്ടിങ് കിട്ടുന്നത് കൊണ്ടല്ല, അത് റവന്യൂ കൊണ്ടാണ്, ട്രാക്ഷൻ കൊണ്ടാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ എല്ലാവരും കളിക്കുന്ന ഗെയിം സെയിമാണ്, പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും സ്റ്റാർട്ടിംഗ് ലൈൻ ഡിഫറെന്റ് ആണ്.